ക്ഷേത്രത്തിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നമ്മൾ സ്വീകരിക്കണം. വലതു കരം ഒതുക്കി ശംഖിൻ്റെ ആകൃതിയിലാക്കിയിട്ട് വളരെ ലേശം തീർത്ഥമാണ് സേവിക്കേണ്ടത്. തീർത്ഥം ചുണ്ട് ചേർത്ത് സേവിക്കാനായിട്ട് പാടില്ല. അതായത് തല ഉയർത്തി ചുണ്ടിൽ തൊടാതെ നമ്മൾ വായിലേക്ക് പകരം. അതുപോലെ തന്നെ നിലത്ത് പോകാതെ ശ്രദ്ധിക്കണം. തീർത്ഥം സേവിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ശ്ലോകമാണ് അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ സമയത്ത് ചൊല്ലാനായിട്ട് സാധിക്കും. ഓം അകാല മൃത്യുഹരണം സർവപാപ നിവാരണം ദാരിദ്ര്യ ദുഃഖഹരണം വിഷ്ണുപാദോദകം ശുഭം എന്ന കളഭം നെറ്റിയിൽ തൊട്ട് ബാക്കിയുള്ള കളഭം അവിടെ തേക്കാണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി മറ്റ് സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രസാദത്തിന് ഒപ്പം ലഭിച്ച പൂക്കൾ തുള്ളിൽ കൊണ്ടുപോയിട്ട് തുളസിത്തറയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പം ചവിട്ടാത്ത സ്ഥലത്ത് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭഗവാന് നിവേദിച്ച മലർ, അവിൽ, ശർക്കര, പഴം, ത്രിമധുരം, അപ്പം, പായസം ഇതൊക്കെ ചുറ്റമ്പലത്തിന് പുറത്ത് വന്നിട്ട് വളരെ കുറച്ചെടുത്ത് കഴിക്കുക. അത് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം.